നല്ല സൂപ്പർ ടേസ്റ്റിലുള്ള വെണ്ടയ്ക്ക ചിപ്സാണ്. ഇത് നമുക്ക് പപ്പടത്തിന് പകരമായിട്ട് ചോറിൻ്റെ കൂടെ കൂട്ടാൻ വളരെ ടേസ്റ്റിയാണ്. ഇന്ന് തയ്യാറാക്കുന്നത് നല്ലൊരു വെണ്ടയ്ക്ക ഫ്രൈ ആണ്. ഒരു സാധാരണ വെണ്ടയ്ക്ക ഫ്രൈ അല്ല, കുറച്ച് വ്യത്യസ്തമായ രീതിയിലുള്ളൊരു ഫ്രൈ ആണ്. ഇത് ഡീപ്പ് ഫ്രൈ തന്നെയാണ് ചെയ്യുന്നത്. ആദ്യം തന്നെ നമുക്ക് ഈ വെണ്ടയ്ക്ക ഒന്ന് വാഷ് ചെയ്യണം. കുറച്ച് സമയം വെള്ളത്തിലിട്ടിട്ട് നന്നായി വാഷ് ചെയ്തെടുക്കണം. അതിനുശേഷം നമുക്കിത് ചെറിയ ചെറിയ പീസസ് ആയിട്ട് കട്ട് ചെയ്തെടുക്കണം. നമുക്ക് ക്രിസ്പായിട്ടുള്ള വെണ്ടയ്ക്ക ഫ്രൈ ചെയ്യാനായിട്ട് മസാലകൾ മിക്സ് ചെയ്യാം. ആദ്യം വെണ്ടയ്ക്ക ഞാൻ ചെറിയ കഷ്ണങ്ങളായിട്ട് കട്ട് ചെയ്തിട്ടിട്ടുണ്ട്. ഇനി ഇത് ആവശ്യത്തിനുള്ള മസാലകൾ മിക്സ് ചെയ്യണം. 1 സ്പൂണ് പൊടിച്ച മുളക് പൊടി ഞാൻ ഇട്ട് കൊടുക്കുവാണ്. അര സ്പൂണ് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. ടീസ്പൂണാണിത്. കോൺഫ്ലോർ ഇത് ടേബിൾ സ്പൂണാണ്. ടേബിൾ സ്പൂണിന് ഞാൻ ഫുള്ളായിട്ട് എടുത്തിട്ടുണ്ട്. ചിലപ്പോൾ ഇത്തിരി കൂടി ഇടേണ്ട വരും. ഉപ്പ് ആവശ്യത്തിന് ഇട്ട് കൊടുക്കാം. സിമ്പിൾ മസാലകളാണ് ഇടുന്നത്. നമ്മൾ കളർ ഉണ്ടാകാനായിട്ട് മറ്റുള്ള കളറുകളൊന്നും ചേർക്കേണ്ട കാര്യമില്ല. ഈ കോൺഫ്ലോറിൽ തന്നെ നമുക്ക് നല്ലപോലെ ക്രിസ്പായി കിട്ടും. ഇത് മസാലകളെല്ലാം ഞാൻ ചേർത്ത് കഴിഞ്ഞു. ഇനി ഇത് ഒന്ന് മിക്സ് ചെയ്യണം. മിക്സ് ചെയ്തിട്ട് ഉപ്പോ മുളകോ കുറവെന്ന് തോന്നുവാണെങ്കിൽ ആഡ് ചെയ്താൽ മതി. അപ്പോൾ ഇത് കൈകൊണ്ടാണ് മിക്സ് ചെയ്യേണ്ടത്. സ്പൂൺ കൊണ്ട് മിക്സ് ചെയ്താൽ അത്ര തന്നെ ആവില്ല. എങ്കിലും നമ്മൾ ആദ്യം നമുക്ക് സ്പൂൺ കൊണ്ടൊന്ന് ഇളക്കി കൊടുക്കാമെന്ന് മാത്രമേ ഉള്ളൂ. ജസ്റ്റ് ഏതെങ്കിലും ഒരു വെണ്ടയ്ക്ക കഷ്ണത്തിൽ ഒന്ന് ടച്ച് ചെയ്തിട്ട് നാവിൽ വെച്ച് നോക്കണം. എരിവും ഉപ്പും ഒക്കെ കുറവാണെങ്കിൽ ശകലോടെ എരിവും ഉപ്പും ഇട്ടിട്ട് ഒന്നോടെ ഒന്ന് മിക്സ് ചെയ്താൽ മതി. കോൺഫ്ലോർ 1 സ്പൂണാണ് ഞാൻ ഇട്ടത്. അപ്പോൾ കോൺഫ്ലോർ എല്ലാത്തിനും നന്നായിട്ട് പിടിച്ചിട്ടുണ്ട്. ഇനി കോൺഫ്ലോറും എല്ലാത്തിനും പിടിച്ചിട്ടില്ല എന്ന് തോന്നുവാണെങ്കിൽ ഇത്തിരി കൂടി ആഡ് ചെയ്താലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കണം. ഇനി നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. എണ്ണ ഒഴിച്ചു കൊടുക്കാം. കുറച്ചായിട്ട് വെണ്ടയ്ക്ക് ഇട്ട് കൊടുക്കാം. തീ കൂട്ടി വയ്ക്കണം. വെണ്ടയ്ക്ക് ഇട്ട് കഴിഞ്ഞാൽ ഉടനെ തീ കൂട്ടി വയ്ക്കണം. ഇനി കോരി എടുക്കാം. ഒരുവിധം ബ്രൗണായി. വളരെ ഡെലീഷ്യസ് ആയിട്ടുള്ള നല്ല ക്രിസ്പായിട്ടുള്ള വെണ്ടയ്ക്ക ചിപ്സ് റെഡിയായി. നമുക്ക് ചോറിൻ്റെ കൂടെ കഴിക്കാം. നിങ്ങളെല്ലാവരും തയ്യാറാക്കി നോക്കുക.